നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇമ്മിച്ചിനും കുട്ടി എവിടെയെങ്കിലും പുറത്ത് പോകണം കേട്ടോ. ഇമ്മിച്ചി പുറകിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ വരുമ്പോൾ മാത്രമേ ഇമ്മിച്ചി ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങലുള്ളൂ. അപ്പോൾ ഞാൻ പോകുന്നത്തേക്കും കൂട്ടിയിട്ട് പോവാനേ. അങ്ങനെയാകുമ്പോൾ എനിക്ക് കൂട്ടിന് ഒരാളുമായി, ഇമ്മിച്ചും ഹാപ്പി, ഞാനും ഹാപ്പി, ഡബിൾ ഹാപ്പി. അങ്ങനെ നേരെ നമ്മൾ ബറ്ററിലുള്ള സെഞ്ചുറിയിലേക്ക് വിട്ടു കേട്ടോ. അവിടുന്ന് എന്താക്കി, എനിക്ക് ലേഡീസ് സെക്ഷനിൽ ഒരു സാധനം കിട്ടില്ല. അങ്ങനെ എന്താക്കി നേരെ ഞാൻ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് വിട്ടിട്ടോ. എനിക്കൊരു വൈറ്റ് ഷർട്ട് ആവശ്യമായിരുന്നു. ഞാനിപ്പോൾ ഇട്ട് വന്നിട്ടുള്ള ആ ഒരു പാൻറ്റിനേക്ക് വൈറ്റ് ഷർട്ട് പെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പാൻറ് എടുത്തത് തന്നെ. അങ്ങനെ എന്താക്കിയെന്ന് അറിയാം, വേറൊരു ടോപ്പ് ഉണ്ടായിരുന്നു. ആ ടോപ്പിനൊക്കെ എനിക്ക് പാൻറ്റും വേണം. അങ്ങനെ ഞാൻ എന്താക്കി, ആ ടോപ്പിനൊക്കെ പാൻറ്റും നോക്കി, ആ പാൻറ്റിനേക്ക് ഒരു ഷർട്ടും നോക്കി, രണ്ടും കിട്ടിയില്ല. അവസാനം ഞാൻ ഇട്ട് വന്നിട്ടുള്ള ആ പേരിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയി കേട്ടോ. അപ്പം ഞാൻ തന്നെ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ അങ്ങ് ഫിക്സ് ആക്കി. ഇനി വേറെ ഇതിന് വേണ്ടിയിട്ട് വേറെ എടുക്കണ്ടേ, ഇനി വേറെ ഡ്രസ്സ് എടുക്കാന്നേ. പിന്നെ അവിടുന്ന് നേരെ എന്താക്കി ഇമ്മിച്ചിനെയും കൂട്ടിയിട്ട് താഴത്തെ ഫ്ലോറിലേക്ക് വന്നിട്ട് അവിടുന്ന് ഇമ്മിച്ചിക്ക് ഒരു നെയ്റ്റീൻ്റെ സെറ്റ് എടുത്തിട്ടോ. ഷോളും നെയ്റ്റും എല്ലാം വരുന്നത് അത് അവിടുന്ന് തന്നെ ആൾട്ടർ ചെയ്തിട്ടോ. നല്ല കസ്റ്റമർ സർവീസ് കേട്ടോ. പിന്നെ അവിടുന്ന് എന്താക്കി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബത്തേരിയുള്ള ജൂബിലി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇമ്മിച്ചി ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇമ്മിച്ചിൻ്റെ കൊണ്ട് പുറത്ത് പോയപ്പെട്ടിട്ടുള്ള സെയിം ഷാൾ തന്നെയാട്ടോ ഇമ്മിച്ചി ഇട്ടത്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇമ്മിച്ചിക്ക് എത്ര ഷാൾ ഉണ്ടെങ്കിലും ഇമ്മിച്ചിക്ക് ഏതാണ് ഇഷ്ടം, ആ ഇഷ്ടമുള്ള സാധനം തന്നെയാട്ടോ എല്ലാത്തിൻ്റെയും കൂടെ ഇടുക. പക്ഷേ ഞാനിപ്രാവശ്യം പോയപ്പോൾ 2-3 ഷാൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇടില്ല. അത്രാവശ്യം ഞങ്ങൾ പിന്നെയും പുറത്ത് പോകുമ്പോൾ ഈ സെയിം സാധനം തന്നെ ഇട്ടിട്ട് ഇറങ്ങുക. ഞാനിവിടെ വന്ന് കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ബിരിയാണി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി ഇന്ന് ബിരിയാണി വാങ്ങാമെന്ന് വെച്ചാൽ ഇമ്മിച്ചിക്കും അതാ ഇഷ്ടം. നോക്കുമ്പോൾ സെറ്റ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ കഴിച്ചിട്ട് എൻ്റെ ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറിലേക്ക് പോയിട്ടൊന്ന് പുരുഷോത്തമൻ്റെ പിരികലൊന്ന് ത്രെഡ് ചെയ്ത് കുറച്ചൊന്ന് മൊഞ്ചാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ എന്താക്കി അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് ആ ചേച്ചീനോട് എനിക്കുണ്ടല്ലോ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തുള്ള ആ ഒരു ഫീൽ ചെയ്തിട്ട് ഉമ്മ എന്നോട് ഇങ്ങനെ കളിക്കുന്ന പോലെ എൻ്റെ ഇങ്ങോട്ട് കളിക്കാൻ ഇങ്ങനെ കൊഞ്ചിക്കുന്ന പോലെല്ലാം കളിച്ചപ്പോൾ എനിക്ക് എങ്ങനെ സങ്കടമായി പോയിട്ട് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ ഉമ്മ എൻ്റെ ഇപ്പം അടുത്തുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പം എന്നോട് വേഗം വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് സങ്കടമായിക്കോയ്. ഇതെന്തൊക്കെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മളെ വെൽമാർട്ടിലേക്ക് പോയിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാനങ്ങ് എടുത്ത്, എനിക്ക് അങ്ങനത്തെ സാധനത്തിനോടെല്ലാം ഭയങ്കര ക്രേസാണ്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ എന്താക്കിയെന്നറിയോ നേരെ ഓട്ടോയിൽ കയറി. അതെന്തിനാണെന്നറിയോ, എൻ്റെ ഉമ്മ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ എൻ്റെ കയ്യിൽ നിന്ന് കുടുങ്ങി വലിച്ചിട്ട് പൊട്ടിപ്പോയി ഗൈസ്. അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടി പോയി. ഇമ്മച്ചിക്ക് ഒരു മോതിരവും വാങ്ങി. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 2 ഫ്രൂട്ടിയും വാങ്ങി അങ്ങനെ അങ്ങ് ഇറങ്ങിയേ. അപ്പം ശരി എന്നാൽ.